ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. 5 വർഷം കൊണ്ട് 5000 പുതിയ വ്യവസായ യൂണിറ്റുകൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് കോവിഡ് സമ്പർക്ക വ്യാപനം കൂടുന്നു. നിലവിൽ ചികിത്സയിലുള്ളത് 56,709 പേർ. സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി. പാലാരിവട്ടം പാലം പൊളിക്കൽ നടപടികൾക്ക് തുടക്കം. ചികിത്സ വൈകിയതിനെ തുടർന്ന് ഗർഭസ്ഥ ശിശുക്കൾ മരിച്ച സംഭവം ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കുമെന്ന് മന്ത്രി കെ ശൈലജ. തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് തുടങ്ങി. ഐപിഎല്ലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ദുബായിലാണ് മത്സരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിക്ക് തുടക്കമായി. സംരംഭം തുടങ്ങാനുള്ള ആദ്യ 250 വായ്പകളുടെ അനുമതി പത്രം വിതരണം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 5 വർഷം കൊണ്ട് 5000 പുതിയ വ്യവസായ യൂണിറ്റുകൾ തുടങ്ങുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 90% വായ്പയും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നൽകും. 3% സർക്കാർ സബ്സിഡി നൽകും. പ്രവാസികൾക്ക് 3% അധിക സബ്സിഡിയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല മേഖലകളിൽ ജോലി നഷ്ടമായവർക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും തിരിച്ചുവരുന്നവർക്കും വേണ്ടിയാണ് പുതിയ സംരംഭക പദ്ധതി ആരംഭിക്കുന്നത്. ഗർഭിണിക്ക് ചികിത്സ വൈകിയതിനെ തുടർന്ന് ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് അന്വേഷിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രസവവേദനയെ തുടർന്ന് സർക്കാർ മെഡിക്കൽ കോളേജിലടക്കം വിവിധ ആശുപത്രികളിൽ യുവതിയെ എത്തിച്ചെങ്കിലും കോവിഡുമായി ബന്ധപ്പെട്ട നൂലാമാലകൾ പറഞ്ഞ് ചികിത്സ നൽകിയില്ലെന്നാണ് ആരോപണം. മണിക്കൂറുകൾ കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് ശസ്ത്രക്രിയ നടത്തി ഇരട്ടക്കുഞ്ഞുങ്ങളെ പുറത്തെടുത്തുവെങ്കിലും കുഞ്ഞുങ്ങൾ മരിച്ചു. കായിക അടിസ്ഥാന വികസന രംഗത്ത് വലിയ കുതിപ്പാണ് കേരളം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഡിയങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 14 ജില്ലാ സ്റ്റേഡിയങ്ങൾക്കും 43 പഞ്ചായത്ത് മുനിസിപ്പൽ സ്റ്റേഡിയങ്ങൾക്കുമായി 1000 കോടി രൂപയാണ് കിഫ്ബി വഴി വകയിരുത്തിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കായിക വകുപ്പ് തയ്യാറാക്കിയ ഉന്നത നിലവാരമുള്ള 4 സ്റ്റേഡിയങ്ങളാണ് ഇന്ന് നാടിന് സമർപ്പിക്കുന്നത്. കായിക വികസനത്തിനൊപ്പം പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിലും ഈ കളിക്കളങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചും കായിക വകുപ്പിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചും നിർമ്മിക്കുന്ന 26 സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ഈ വർഷം പൂർത്തിയാവും. കായിക രംഗത്ത് വലിയ മികവ് അവകാശപ്പെടാവുന്ന മേഖലകളാണ് ഇവയെല്ലാം. മികച്ച കളിക്കളങ്ങൾ വരുന്നതോടെ കായിക വികസനത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ ഈ പ്രദേശങ്ങൾക്ക് സാധിക്കും. തൃശൂർ ജില്ലയിലെ കൈപ്പറമ്പ് ഇൻഡോർ സ്റ്റേഡിയം, കുന്നംകുളം സ്റ്റേഡിയം, കണ്ണൂർ ജില്ലയിലെ പിലാത്തറ ഇൻഡോർ സ്റ്റേഡിയം, പാലക്കാട് കണ്ണമ്പ്ര സ്റ്റേഡിയം എന്നിവയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ തുടർച്ചയായ 2ാം ദിനവും കോവിഡ് രോഗികളുടെ എണ്ണം 7000 കടന്നു. ഇന്നലെ 7445 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3391 പേർ രോഗമുക്തി നേടി. രോഗം സ്ഥിരീകരിച്ചവരിൽ 6404 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 561 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇവ രണ്ടും ചേർത്ത് ആകെ 6965 സമ്പർക്ക രോഗികളാണുള്ളത്. മറ്റ് 62 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 309 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 97 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. കണ്ണൂർ തളിപ്പറമ്പിൽ കോവിഡിനെ തുടർന്ന് ഒരാൾ മരിച്ചതായി റിപ്പോർട്ട്. മുള്ളൂൽ സ്വദേശിയാണ് മരിച്ചത്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 83%ത്തിലേക്ക്. 9,62,000-ലധികം പേരാണ് ചികിത്സയിലുള്ളത്. 95,500-ലധികം പേർ മരിച്ചു. ഇതുവരെ 49,41,000-ലധികം പേർ രോഗമുക്തരായിട്ടുണ്ട്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3,33,07,500 കടന്നു. 2,63,84,000-ലധികം പേർ രോഗമുക്തി നേടി. 10,02,000-ലധികം പേർ മരിച്ചു. 73,00,000-ലധികം പേർക്ക് രോഗബാധയുണ്ടായ അമേരിക്കയാണ് കോവിഡ് ബാധിതരിൽ മുന്നിലുള്ളത്. സഭ്യതയുടെയും മര്യാദയുടെയും പരിധി വിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്ത്രീത്വത്തിനു നേരെ കടന്നാക്രമണം നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി കൈക്കൊള്ളും. നിലവിലുള്ള നിയമസാധ്യതകളെല്ലാം പര്യാപ്തമല്ല എങ്കിൽ തക്കതായ നിയമനിർമ്മാണം ആലോചിക്കും. നിലവിൽ ഉയർന്ന പരാതിയിൽ സമഗ്രമായ അന്വേഷണത്തിനും നടപടിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിർമ്മാണത്തിലെ അപാകതകൾ മൂലം സുപ്രീംകോടതി പൊളിക്കാൻ അനുമതി നൽകിയ കൊച്ചി പാലാരിവട്ടം പാലം പൊളിച്ചു പണിയുന്ന നടപടികൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ NC ജയചന്ദ്രൻ.
തുടക്കത്തിൽ പാലത്തിന് മുകളിലെ ടാറാണ് ഇളക്കി മാറ്റുന്നത്. JCB ഉപയോഗിച്ചിട്ടാണ് പൊളിക്കൽ നടപടി. DMRCയുടെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പാലം പൊളിക്കുന്നത്. തുടക്കത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാവാത്ത രീതിയിലാണ് പൊളിക്കൽ നടപടി പുരോഗമിക്കുന്നത്. കോൺക്രീറ്റ് ഇളക്കി മാറ്റുമ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് പോലീസ് പറയുന്നു. പൊളിച്ചു മാറ്റുന്നതിന് 4 മാസമാണ് വേണ്ടിവരിക. 8 മാസം കൊണ്ട് പുതിയ പാലം യാഥാർത്ഥ്യമാകുമെന്നാണ് DMRC അറിയിച്ചിരിക്കുന്നത്. പുതിയ പാലത്തിന് 100 വർഷമെങ്കിലും ആയുസ്സുണ്ടാകുമെന്നാണ് DMRCയുടെ പക്ഷം. തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് തുടങ്ങി. വനിതാ വാർഡുകൾ, പട്ടികജാതി വർഗ്ഗ വാർഡുകൾ, പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്ത വാർഡുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. IPL-ൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ദുബായിലാണ് മത്സരം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് 4 വിക്കറ്റിന് കിങ്സ് 11 പഞ്ചാബിനെ പരാജയപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് കോട്ടമൈതാനത്തിന്റെ 2ാംഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ചരിത്രമുറങ്ങുന്ന കോട്ടമൈതാനിയിൽ വീരമൃത്യു വരിച്ച ജില്ലയിലെ സൈനികർക്കുള്ള ആദരമായി സ്മാരക നിർമ്മാണ സഹിതമാണ് നവീകരണം. നേരത്തെ ജലധാര ഉണ്ടായിരുന്ന സ്ഥലത്താണ് യുദ്ധസ്മാരകം നിർമ്മിക്കുക. നിലവിലെ രക്തസാക്ഷി മണ്ഡപം കേടുപാടുകൾ തീർത്ത് ചുറ്റുമതിൽ നിർമ്മിച്ച് സൌന്ദര്യവൽക്കരിക്കും. ചെറിയ കോട്ടമൈതാനത്തിന് ചുറ്റും നടപ്പാതകൾ തീർക്കും. ടിപ്പു കോട്ടയ്ക്ക് മുന്നിലും 5 വിളക്കിന് സമീപത്തും പുതിയ കവാടങ്ങൾ സ്ഥാപിക്കും. രക്തസാക്ഷി മണ്ഡപത്തിനും യുദ്ധസ്മാരകത്തിനും ഇടയ്ക്ക് ഇരിപ്പിട സൌകര്യം ഒരുക്കി ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും വിലക്കാനും പദ്ധതിയുണ്ട്. കാൽനട യാത്രക്കാർ കോട്ടമൈതാനത്തിന് ഉൾവശത്തും നടപ്പാത നിർമ്മിക്കും. വൈദ്യുത വിളക്കുകളും സ്ഥാപിക്കും. 1,65 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 2ാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. സംസ്ഥാനത്തെ 150 ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ലഭ്യമാകുന്ന 200-ലധികം സേവനങ്ങൾക്കുള്ള അപേക്ഷകളും പരാതികളും അപ്പീലുകളും നിർദ്ദേശങ്ങളും ഓൺലൈനായി സമർപ്പിക്കാനുള്ള സൌകര്യം ഇതിലൂടെ ലഭിക്കും. സമൂഹമാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്കെതിരായ ആക്രമണം വ്യാപകമാവുന്ന സാഹചര്യത്തിൽ സൈബർ നിയമത്തിന്റെ പരിമിതികൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ അറിയിച്ചു. യൂട്യൂബിലൂടെ സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയയാൾക്കെതിരായി വനിതകൾ തന്നെ പ്രതികരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം കിളിമാനൂരിലുണ്ടായ വാഹനാപകടത്തിൽ 4 മരണം. ഇന്ന് പുലർച്ചെയോടെ കാർ കലുങ്കിലിടിച്ചാണ് അപകടം. കാറിലുണ്ടായിരുന്ന വെഞ്ഞാറമൂട് കഴക്കൂട്ടം സ്വദേശികളായ ഷമീർ, സുൽഫി, ലാൽ, നജീബ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ ഇവരുടെ സുഹൃത്ത് നിവാസ് വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയ യാത്രക്കാരിയിൽ നിന്ന് 48 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. ദുബായിൽ നിന്ന് എത്തിയ കണ്ണൂർ ചൊക്ലി സ്വദേശിനിയിൽ നിന്നാണ് കസ്റ്റംസ് സ്വർണം പിടിച്ചെടുത്തത്. സംസ്ഥാനത്ത് പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിന്റെ ഉദ്ഘാടനത്തിന് വേദിയായ തിരുവനന്തപുരം മലയൻകീഴ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപ മുതൽ മുടക്കിയാണ് സ്കൂൾ സമ്പൂർണ്ണ ഹൈടെക്കായി മാറ്റിയത്. ഒക്ടോബർ 3-ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിനെതിരായ പ്രത്യക്ഷ സമരം UDF നിർത്തിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് വ്യാപനം രൂക്ഷമായത് കണക്കിലെടുത്താണിതെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. മുംബൈ ഓഹരി സൂചിക സെൻസസ് 519 പോയിന്റ് നേട്ടത്തിൽ 37,907-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 156 പോയിന്റ് നേട്ടത്തിൽ 11,207-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 36,800 രൂപയും ഗ്രാമിന് 4,600 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ന് ലോക പേവിഷ പ്രതിരോധ ദിനം. പേവിഷത്തിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ച ലൂയി പാസ്റ്റർ ചരമദിനമാണ് ലോക പേവിഷ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പേവിഷബാധയ്ക്കെതിരെ പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിനാണ് ഈ ദിനാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവും MLAയുമായ CF തോമസിന്റെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-ന് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രോപൊലിറ്റൻ പള്ളി സെമിത്തേരിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 5 വർഷം കൊണ്ട് 5000 പുതിയ വ്യവസായ യൂണിറ്റുകൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് കോവിഡ് സമ്പർക്ക വ്യാപനം കൂടുന്നു. നിലവിൽ ചികിത്സയിലുള്ളത് 56,709 പേർ. സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി. പാലാരിവട്ടം പാലം പൊളിക്കൽ നടപടികൾക്ക് തുടക്കം. ചികിത്സ വൈകിയതിനെ തുടർന്ന് ഗർഭസ്ഥ ശിശുക്കൾ മരിച്ച സംഭവം ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കുമെന്ന് മന്ത്രി KK ശൈലജ. തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് തുടങ്ങി.
ഐപിഎല്ലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ദുബായിലാണ് മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഇനി ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം 12:50.